ഈ കുളത്തിൽ എല്ലാവരും നഗ്നരാണ്. ഇവരെ സ്ഥിരം പരിപാടിയാണിത്. ഇനി മമ്പുറത്ത് നടന്ന പരിപാടിയിൽ കായക്കൊടി മൗലവി ഇതുപോലെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മളൊന്ന് കേൾക്കാം. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നത് കാണാം, ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. പ്രഖ്യാപിക്കുക, ചോദിക്കുക, അഗൈറല്ലാഹി അത്തഖിദു വലിയ, അല്ലാഹുവിന് പുറമെ ഞാൻ ഒരു വലിയനെ സ്വീകരിക്കുകയോ? നോക്കണം, അവിടെ തന്നെ വ്യക്തമാണ്, അല്ലാഹുവിന് പുറമെ ഒരു ഔലിയാക്കളെ സ്വീകരിക്കണം പരിപാടി സുന്നികൾക്കില്ല. നമ്മൾ മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പറയുന്നത് അള്ളാന്റെ വലിയാണ്. നമ്മൾ ഏതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കുന്നു, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വലിയല്ല, അള്ളാഹുവിന്റെ പ്രത്യേകമായി ഇഷ്ടക്കാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ്. അള്ളാഹുവിനെ കൂടാതെ നമുക്കൊരു വലിയും ഇല്ല. ബാക്കി ഔലിയ ഉണ്ട് എന്ന് പറഞ്ഞ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ, അവർ തഖ്വയോടെ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞ, അവർ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ, അവരിലൂടെ കറാമത്തുകൾ പ്രകടമാകാമെന്ന് പറഞ്ഞ അള്ളാഹുവാണ്, ഇസ്ലാമാണ് പറയുന്നത്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, ഔലിയാക്കളുണ്ട്, അവര് തഖ്വയുള്ള ആൾക്കാരാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ പറയണം, സന്തോഷമുണ്ട്. ചോദിക്കുക, അല്ലാഹുവിന് പുറമെ ഞാൻ വലിയകളെ സ്വീകരിക്കുകയോ? അള്ളാഹുവിന് പുറമെ എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹ്ക്ക് അപ്പുറം നമുക്കൊരു വലിയും ഇല്ല. വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി പറയുന്നു, മമ്പുറംജാറത്തിന്റെ പരിസരത്ത് വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടത്തേക്ക് നേർച്ച വസ്തുക്കളുമായി വരുന്നവരോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അത് ഇസ്ലാമാണ്, അത് ദീനാണ് എന്ന് തെറ്റിദ്ധരിച്ചവരോടാണ് നമ്മൾ പറയുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, അല്ല, അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. നിങ്ങളെ ഇദ്ദേഹം ഈ ആണയിട്ട് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഇദ്ദേഹം ഓതിയ ആയത്ത് ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ഈ ആയത്തിൽ ഈ പറഞ്ഞ ഒരാശയമല്ല. അങ്ങനെ ഉണ്ടല്ലോ, ഈ ആയത്തിൽ ഈ പറയുന്ന ആശയമേ ഇല്ല. മമ്പുറം മഖാമിലേക്ക് സിയാറത്തിന് വരുന്നവർ അവിടേക്ക് അതൊന്നും ഈ ആയത്തിന്റെ പ്രതിപാദ്യ വിഷയമേ അല്ല. പക്ഷെ ഒരായത്തിന് ഓതിയിട്ട് പിന്നെ തോന്നിയതൊക്കെ പറയാണ്. ബാക്കി റബ്ബ് പറഞ്ഞിരിക്കുന്നു, അത്തഗൈറല്ലാഹി അത്തഖിദു വലിയ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി പറയുകയാണ്. നമ്മൾ വേറെ ഒരു മുഫസ്സിറിനെ എടുക്കണില്ല. മൂപ്പര് പറഞ്ഞ ആ ത്വബരി ആ അർത്ഥം വെക്കണേലും ഒപ്പം നമുക്കൊന്ന് അർത്ഥം വെച്ച് നോക്കിയാൽ ഇത് പൊളിയണത് കാണിച്ചു തരാം. പറയട്ടെ. മുഹമ്മദ് നബിയെ ചോദിക്കുക അവരോട്. ആരോടാ ചോദിക്കേണ്ടത്? ലിഹാഉലാഇൽ മുശ്രികീനൽ ആദിലീന ബിറബ്ബിഹിം അൽഔസാന വൽ അസ്നാം. ബിംബങ്ങളോട്, വിഗ്രഹങ്ങളോട് അല്ലാഹുവിൽ നിന്ന് മാറി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന, തേടിക്കൊണ്ടിരിക്കുന്ന, അവർക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ആരെ പറ്റിയാ പറയുന്നത്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ലിഹാഉലാഇൽ മുശ്രികീന അൽ ആദിലീന ബിറബ്ബിഹിം അൽഔസാന വൽ അസ്നാം. അല്ലാഹുവിന് പുറമെ ബിംബങ്ങളെ ആരാധിക്കുന്ന മുശ്രിക്കീങ്ങൾ. ഇതാണ് ആയത്തിൽ പ്രതിപാദനം. അയാൾ തന്നെ പറയുന്നുണ്ട്. ബാക്കി ചോദിക്കുക, വൽ മുൻകിരീന അലൈക ഇഖ്ലാസു തൗഹീദി ലറബ്ബിക്. സർവ്വലോകരക്ഷിതാവായ റബ്ബിനോട് ഇഖ്ലാസോടുകൂടി താങ്കൾ നടത്തുന്ന ഇബാദത്തുകളെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ. അഥവാ മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിക്കുന്ന, നബി തങ്ങളുടെ ഇഖ്ലാസ് തൗഹീദിനെ നിഷേധിക്കുന്ന മക്ക മുശ്രിക്കീങ്ങളോട് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? അദ്ദാഈന ഇലാ ഇബാദത്തിൽ ആലിഹ വൽ ഔസാൻ. അദ്ദാഈന ഇലാ ഇബാദത്തിൽ ആലിഹ വൽ ഔസാൻ. എന്താ പറയുന്നത്? ഇലാ ഇബാദത്തുൽ ആലിഹ, ബിംബാരാധനയിലേക്ക് ക്ഷണിക്കുന്നവർ, ബിംബത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്ന മക്ക മുശ്രിക്കീങ്ങളെ കുറിച്ചാണ് ആയത്ത്. ഇതെന്നെ മൂപ്പരും പറയുന്നത്. പക്ഷെ ഇടക്ക് കയ്യിന്നിടുന്നുണ്ട്. ബാക്കി പറയും. ഈ ബിംബങ്ങളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക്, ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ ജാറങ്ങളിലേക്ക്, ഈ മക്ബറകളിലേക്ക്, ഈ നേർച്ച സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കുന്നവരുണ്ടല്ലോ. ഇത് മൂപ്പര വകയാണ്. ഏത്? ഇന്നത്തെ കാലങ്ങളിലാണെങ്കിൽ ഈ ദർഗകളിലേക്ക്, മക്കാമുകളിലേക്ക് എന്നൊക്കെ പറഞ്ഞ് മഹാന്മാരുടെ മസാറുകളിലേക്ക് എന്ന് ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് കടുത്ത തെറ്റിദ്ധരിപ്പിക്കൽ ഇയാളെ വകയാണ്. ഒരു 10 സെക്കൻഡ് ബാക്കിലേക്ക് ഇടും. ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ ജാറങ്ങളിലേക്ക്, ഈ മക്ബറകളിലേക്ക്, ഈ നേർച്ച സ്ഥലങ്ങളിലേക്ക്
നിങ്ങളെ വിളിക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വരിക പ്രശ്നപരിഹാരത്തിന് എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരോട് ചോദിക്കുക. മഹാന്മാരുടെ മസാറുകളിലേക്ക് വരുന്നവരോടാണ് ഈ ആയത്തിന്റെ പ്രതിപാദ്യമെന്നത് ആ ആയത്തിലും ഇല്ല, ഇമാം തബരി തങ്ങളുടെ ഇദ്ദേഹം വായിക്കുന്ന ഈ തഫ്സീറിലും ഇല്ല. അത് ഇയാളെ വക അയാളെ ഇടയിൽ ഇട്ടുകൊടുത്താണ്. ഇനി അവിടേക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. പറയും, ഞാനൊരു വലിയനെ വേറെ സ്വീകരിക്കുകയോ? എന്താണ് ഈ വലിയ? അസ്തൻസിറുഹു. അസ്തൻസിറുഹു എന്ന് പറഞ്ഞാൽ ആ വലിയനോട് ഇസ്തിഗാസ ചെയ്യലല്ല അവിടെ പറയുന്നത്, മറിച്ചോ ആ ബിംബങ്ങളെ ആരാധിക്കുന്നവർ ആ ബിംബങ്ങളോട് സഹായം തേടുന്നു. ആ വലിയനോട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ. ഏത് വലിയനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഖുർആനിന്റെ ആയത്തിൽ പറഞ്ഞ അത്തഖിദു വലിയൻ, അത്തഖിദു വലിയൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ് വൽ ഫാത്തിരിസ് സമാവാതി വൽ അർദ് അഗൈറല്ലാഹി, അല്ലാഹുവിനു പുറമെ മക്കത്തെ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആനും അതിന്റെ തഫ്സീറുകളും വിശദീകരിക്കുന്ന ആ വലിയാണ് മമ്പർത്തിറക്കുന്ന വലിയല്ല. സഹായം തേടുക. ആ വലിയനോട് ഞാൻ സഹായാർത്ഥന നടത്തുക. എപ്പോൾ? എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ആ വലിയനോട് ഞാൻ സഹായം തേടുക, സഹായാർത്ഥന നടത്തുക. ഇതാണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് നബിയെ താങ്കൾ അവരോട് ചോദിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അത് കായക്കൊടി മൗലവിയുടെ വക മാത്രമാണ്. ഇമാം തബരി തങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനിടയിൽ മൂപ്പര് കടത്തിക്കൂട്ടിയതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ തൗഹീദ്. ഇത് കേൾക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകൾ അല്ലാഹുവേ അയാൾ ആയത്തല്ലേ ഓതിയത്, ഇമാംമാരുടെ തഫ്സീറല്ലേ അയാൾ പറഞ്ഞത്, പക്ഷേ ഇടയിൽ കൂട്ടിക്കൊടുത്തു. ഇവരുടെ വക കടുത്ത തെറ്റിദ്ധരിപ്പിക്കൽ.